ഈ സീൻ കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും ഗൂസ് ബംസ് വന്നതാണ് അല്ലേ. മഹാരാഷ്ട്രയിലെ തമാശ എന്ന് പറയുന്ന ഒരു ഫോക്ക് ആർട്ട് ഫോം ഉണ്ട്. അതിൻ്റെ വൺ ഓഫ് ദ ലെജൻഡ്സ് ആണ് ഈ വിതാബായി എന്ന് പറയുന്ന സ്ത്രീ. അവരുടെ ബയോപിക്കാണ് ഈത എന്ന പേരിൽ വരുന്നത്, ശ്രദ്ധ കപൂർ സ്റ്റാർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ലൈഫിൽ നടന്ന സെലിബ്രേറ്റഡ് ആയിട്ട് പറയുന്ന ഒരു ഇവൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പെർഫോമൻസിന് വന്നു, ഫുൾ വയറായിട്ട് 9 months പ്രഗ്നൻ്റ് ആയിട്ട് വന്നു. പെട്ടെന്ന് അവർക്ക് ലേബർ പെയിൻസ് വരുന്നു. ലേബർ പെയിൻസ് വരുമ്പോൾ അവർ പെർഫോമൻസ് നിർത്തി ബാക്ക് സ്റ്റേജ് പോകുന്നു. അപ്പോൾ ആൾക്കാർ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്ക് സ്റ്റേജ് ഇവർ കോൺട്രാക്ഷൻസിലൂടെ ഡെലിവറി ചെയ്യുന്നു. മറുപിള്ള വരണമല്ലോ, അപ്പോൾ അമ്പളിക്കൽ കോഡ് ഒരു കല്ലെടുത്ത് അവർ കട്ട് ചെയ്യുന്നു. എന്നിട്ട് അവർ തിരിച്ച് സ്റ്റേജ് വന്നിട്ട് പെർഫോം ചെയ്ത് ആൾക്കാർ പക്ഷേ ഇത് പിന്നെ അറിഞ്ഞിട്ട് അവരോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു എന്നതാണ് കഥ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര മെറ്റേണൽ കറേജിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഡെഫിനറ്റ്ലി ആണ്. ഓൾ ത്രൂ ഔട്ട് ഹിസ്റ്ററി മദേഴ്സ് ഹാവ് ഹാഡ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഇതും. പക്ഷേ ചൈൽഡ് ബർത്തിന് ഇങ്ങനെ ഇത്ര സിമ്പിളായി നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല. കാര്യം കുഞ്ഞ് ജനിക്കുന്നിടത്ത് തീരുന്നില്ല ചൈൽഡ് ബർത്ത്. ഒരു 4th സ്റ്റേജ് ഓഫ് ലേബർ ഉണ്ട്. കുഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യണം. അംബ്ലിക്കൽ കോഡിന് പെർ സേ നെർവ് എൻഡിങ്സ് ഇല്ല. അതുകൊണ്ട് കട്ട് ചെയ്യുമ്പം വേദന വരില്ല, പക്ഷേ മറുപിള്ള പുറത്തേക്ക് വരണം, അതായത് പ്ലാസിൻ്റെ പുറത്ത് വരണം. പിന്നെ ബ്ലീഡിങ്ങിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പം ആ സമയത്തും മദറിന് ആക്ച്വലി നല്ല മോണിറ്ററിങ് വേണ്ട ടൈമാണ്. മോഡേൺ ഒബ്സ്റ്റട്രിക്സ് ഇസ് ദെയർ ബിക്കോസ് വി ക്യാൻ ഗിവ് കെയർ ടു മദേഴ്സിന് നമുക്കിപ്പോൾ കൂടുതൽ കെയറും കൂടുതൽ കെയർഫുള്ളായിട്ട് നമുക്ക് അവരെ നോക്കാനും പറ്റും. അതുകൊണ്ട് ഓൾവേസ് മേക്ക് ഷുവർ യുവർ ഡെലിവറീസ് ആർ ഡൺ ഇൻ എ ഹോസ്പിറ്റൽ വെർ മെഡിക്കൽ ഫെസിലിറ്റീസ് ആർ അവൈലബിൾ. കാര്യം ഇതെല്ലാം പ്രിവെൻറ്റബിൾ ആണ്. ഒരാൾക്ക് അങ്ങനെ വന്നില്ല എന്ന് വെച്ചാൽ അടുത്ത ആൾക്ക് ബ്ലീഡിങ് വരില്ല ഒരിക്കലും, അല്ലെങ്കിൽ അടുത്ത ആൾക്ക് കോംപ്ലിക്കേഷൻസിലേക്ക് പോകില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മെഡിക്കൽ സൂപ്പർവിഷൻ ഈസ് റെക്കമെൻഡഡ്, ബട്ട് വാട്ട് ഷുഡ് ഡു വാസ് അമേസിങ്. അവരുടെ ഡെഡിക്കേഷൻ ടു ദ ആർട്ട് ഫോം ഒക്കെ സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം. ഹോപ്പ് ദ ബയോപിക് ഡസ് ജസ്റ്റിസ് ടു ഹെർ ലൈഫ്.